ബിജെപിയുടെ ക്രൈസ്തവ നയതന്ത്രത്തിന് ആർഎസ്എസിന്റെ പിന്തുണ. ചർച്ചകൾക്ക് ആർഎസ്എസ് മുൻകൈ എടുക്കുന്നുണ്ടെന്ന് ജെ നന്ദകുമാർ. ഛത്തീസ്ഗഡ് വിഷയത്തിൽ ബിജെപി ഇടപെടൽ ശരിയായ രീതിയിലെന്നും നന്ദകുമാർ ന്യൂസ് 18നോട്. മുസ്ലിം സമുദായവുമായും ചർച്ചയ്ക്ക് ശ്രമം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയ ആർഎസ്എസ്. തീരുമാനമെടുക്കേണ്ടത് തന്ത്രിമാരും ആചാര്യന്മാരും. ഓർഗനൈസറിലെ ലേഖനം ആർഎസ്എസ് നിലപാടല്ലെന്നും ജെ നന്ദകുമാർ. പണ്ടേ തന്നെ വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്, ഓർഗനൈസർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒരു ഔദ്യോഗികമായ കാര്യം പറയാനുള്ള ജിഹ്വയല്ല എന്ന് വളരെ കൃത്യമായിട്ട്, ഇറ്റ് ഈസ് നോട്ട് എൻ ഒഫീഷ്യൽ ഓർഗൻ എന്ന് പറഞ്ഞ് വ്യക്തമായി സംഘത്തിന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് ഡോക്ടർ മൻമോഹൻ വൈദ്യ പ്രചാർ പ്രമുഖായിരിക്കുമ്പോൾ വളരെ കൃത്യമായി എക്കാലത്തേക്കുമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരമെന്ന് PS പ്രശാന്ത്. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് MLA മണ്ഡലത്തിലെത്തിയത് 38 ദിവസങ്ങൾക്ക് ശേഷം. വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തുന്നു. KSU കോൺഗ്രസ് നേതാക്കളും രാഹുലിനൊപ്പം. ഓപ്പറേഷൻ നുംഖോർ വ്യാപിപ്പിക്കാൻ കസ്റ്റംസ്. പിടിച്ചെടുത്ത കാറുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം. ദുൽഖറിന്റെ 2 കാറുകൾ കൂടി പിടിച്ചെടുക്കും. താൻ കാർ കള്ളക്കടത്തുകാരനല്ലെന്ന് അമിത് ചക്കാലയ്ക്കൽ. പിടികൂടിയത് 1 കാർ മാത്രമെന്നും നടൻ. RTO ഓഫീസർ വന്നപ്പോഴും അവർ അതിന്റെ രജിസ്ട്രേഷൻ വെരിഫൈ ചെയ്തു, ഷാസി നമ്പറിൽ എന്തെങ്കിലും ടാമ്പർ ചെയ്തെന്നുള്ള വെരിഫൈ ചെയ്തു, എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതെല്ലാം ജെന്യുവനാണ്. അപ്പോൾ ആ ഒരു വാഹനമാണ് എൻ്റെ കസ്റ്റഡിയിലുള്ളത്, എൻ്റെ വാഹനം. ബാക്കി ഇവിടെ കാണുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ ടെക്നിക്കൽ വർക്കിന് വേണ്ടി എൻ്റെ വീടിനടുത്ത് ഗരാജിൽ വന്നാണ്. വിഴിഞ്ഞത്ത് വീട് കുത്തി തുറന്ന വൻ കവർച്ച. 20 പവനും 1 ലക്ഷം രൂപയും കവർന്നു. മോഷണം മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ. CCTVയും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച അന്വേഷണം. വിഴിഞ്ഞത്ത് സ്കൂൾ ബസ് മതിലിലേക്ക് ഇടിച്ചു കയറി. വിദ്യാർത്ഥികൾക്ക് പരിക്ക്. തിരുവനന്തപുരം മണ്ണന്തലയിൽ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ചു. അഞ്ചലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. MS സുബലക്ഷ്മി പുരസ്കാരം KJ യേശുദാസിന്. SJ സൂര്യയ്ക്കും സായ് പല്ലവിക്കും സംവിധായകൻ ലിംഗുസ്വാമിക്കും കലൈമാമണി പുരസ്കാരം. ശ്വേത മോഹനും അനിരുദ്ധും പുരസ്കാര നിറവിൽ. ബിജെപിയുടെ ക്രൈസ്തവ നയതന്ത്രത്തിന് RSSന്റെ പിന്തുണ. ക്രൈസ്തവ സഭകളുമായുള്ള ചർച്ചയ്ക്ക് RSS തന്നെ മുൻകൈ എടുക്കുന്നുണ്ടെന്ന് മുതിർന്ന RSS പ്രചാരകൻ ജെ നന്ദകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിം സമുദായവുമായി പോലും RSS ചർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു. ചില ഇടപെടലുകൾ അത് മുടക്കി. ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJP ശരിയായ രീതിയിലാണ് ഇടപെട്ടത്. വിഷയമുയർത്തി സാമുദായിക വിടവുണ്ടാക്കാൻ കേരളത്തിൽ ശ്രമം നടന്നുവെന്നും ജെ നന്ദകുമാർ ആരോപിച്ചു. കേരളത്തിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായിട്ടും അവര് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ബ്രിഡ്ജിംഗ് പ്രക്രിയയിൽ ഇസ്ലാമിക സമൂഹത്തെയും അവർ സമീപിക്കുന്നുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രമുഖനായിരുന്ന സുദർശൻജി ഇവിടെ നേരിട്ട് വന്ന് മുസ്ലിം സമൂഹവുമായിട്ട് പോലും ചർച്ച ചെയ്യാൻ, രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആ ഘട്ടത്തിൽ സുദർശൻജി 3 or 4 തവണ ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. സമാന്തരമായി ഇസ്ലാമിക സമൂഹമായിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ എല്ലാം നിശ്ചയിച്ചതിന് ശേഷം, പാലക്കാട് ചർച്ച ചെയ്യാനുള്ള സ്ഥലം പോലും തീരുമാനിച്ചതിന് ശേഷം അത്യുന്നത സ്ഥലങ്ങളിൽ നിന്ന് ഇടപെട്ട് ആ പരിപാടി ഒരു തരത്തിൽ പറഞ്ഞാൽ റദ്ദ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇസ്ലാമിക വിഭാഗവുമായിട്ട് ഔദ്യോഗികമായി ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹവുമായിട്ട്, ഞാൻ BJP മാത്രമല്ല സംഘവും അങ്ങനെയുള്ള ഒരു ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നടത്തും എല്ലാ വിഭാഗങ്ങളുമായിട്ട്. അവിടെ നടന്ന ആ കാര്യത്തിന് വേറെ പല പശ്ചാത്തലങ്ങളുണ്ട്. വൻതോതിലുള്ള മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ അറിവ് അവിടെയുള്ളവർക്കാണുള്ളത്. പക്ഷേ സംഭവിച്ചെന്താ,
ആ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളോ അവരുടെ സഹായികളുടെയോ പ്രശ്നം ഉന്നയിച്ച് അവർ കേരളക്കാരായതുകൊണ്ട് കേരളത്തിൽ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ ചില ആൾക്കാർ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ BJP അത് അത്തരമൊരു വിരുദ്ധ സാഹചര്യം കേരളത്തിൽ ഒരു സാമുദായിക സംഘർഷത്തിന്റെ ഒരു വിടവ് സൃഷ്ടിക്കാനുള്ള ശ്രമം പലരും ബോധപൂർവം നടത്തും. നമുക്കൊക്കെ അറിയാം, ഉത്തരവാദിത്ത ബോധമില്ലാത്ത, ഞാൻ എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരം പ്രചാരവേല നടത്തുമ്പോൾ വളരെ വലിയ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കാതെ പലരും ചെയ്തപ്പോൾ അതിൽ നിന്ന് ഈ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം കേരള സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ബാധ്യതയുള്ള പാർട്ടി എന്ന നിലയ്ക്ക് BJP കുറച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവിടെ പോവുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി RSS ദേശീയ സംയോജകൻ J. നന്ദകുമാർ. ക്ഷേത്രവിശ്വാസികളും തന്ത്രിമാരും ആചാര്യന്മാരും ചേർന്നാണ് തീരുമാനമെടുക്കേണ്ടത്. RSSന്റെ ഔദ്യോഗിക നാവല്ല ഓർഗനൈസറിലെ ലേഖനം സംഘത്തിന്റെ നിലപാടല്ല. സർവ്വസംഘചാലക് ഉൾപ്പെടെയുള്ളവരാണ് RSSന്റെ നിലപാട് പറയുന്നതെന്നും J. നന്ദകുമാർ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ശബരിമല ക്ഷേത്രത്തിൽ കാലങ്ങളായി നിലകൊള്ളുന്ന ആ ആചാരം, ആ കസ്റ്റമറി പ്രാക്ടീസ് അതേപോലെ തുടരണം, പ്രൊവൈഡഡ്, അദ്ദേഹം പറയുന്നുണ്ട് മോഹൻജി ഭാഗവത്, പ്രൊവൈഡഡ് ക്ഷേത്രത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതാരാണ്? ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന, ക്ഷേത്രത്തിൽ പോകുന്ന, ക്ഷേത്രാചാരങ്ങൾ എന്തെന്ന് നിയമിക്കാൻ അനുവാദമുള്ളവർ, അതിനെക്കുറിച്ച് പഠനമുള്ളവർ, തന്ത്രിമാരായാലും പുരോഹിതന്മാരായാലും ആചാര്യന്മാരും ഒരുമിച്ചിരുന്ന് അവർ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ദേവതയുടെ അനുജ്ഞയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. അത് ഏതെങ്കിലും ഒരു സർക്കാരോ മതേതരമായ സ്ഥാപനങ്ങളോ തീരുമാനിക്കേണ്ട കാര്യമല്ല ഹൈന്ദവ ക്ഷേത്രത്തിലെ നിയമം എന്നതാണ് സംഘത്തിന്റെ നിലപാട്. പണ്ടേ തന്നെ വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓർഗനൈസർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒരു ഔദ്യോഗികമായ കാര്യം പറയാനുള്ള ജിഹ്വയല്ല എന്ന് വളരെ കൃത്യമായിട്ട്, ഇറ്റ് ഈസ് നോട്ട് എൻ ഒഫീഷ്യൽ ഓർഗൻ എന്ന് പറഞ്ഞ് വ്യക്തമായി സംഘത്തിന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് ഡോക്ടർ മൻമോഹൻ വൈദ്യ പ്രചാർ പ്രമുഖായിരിക്കുമ്പോൾ വളരെ കൃത്യമായി എക്കാലത്തേക്കുമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീമാൻ പ്രഫുൽ കേത്കർ, ഇപ്പോഴത്തെ ഓർഗനൈസറിന്റെ എഡിറ്റർ, തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് RSSന്റെ ഔദ്യോഗിക ജിഹ്വയല്ല എന്ന്. RSSന്റെ ഔദ്യോഗിക ജിഹ്വ എന്ന് പറയുന്നത് 2-3 പേരാണ്. അത് സർസംഘചാലകാണ്, സർക്കാരിവാഹാണ്, പ്രചാർ പ്രമുഖാണ്. രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരുന്ന സമയത്ത് NSU സമ്മേളനത്തിൽ RSS സഹായിച്ചെന്നും J. നന്ദകുമാർ പറഞ്ഞു. നാഗ്പൂർ സമ്മേളനത്തിൽ തമ്മിലടി ഉണ്ടായി മെസ് തകർന്നപ്പോൾ മുതിർന്ന നേതാക്കളുടെ ആവശ്യപ്രകാരം പ്രതിനിധികൾക്ക് ഭക്ഷണം ഉറപ്പാക്കിയത് മോഹൻ ഭഗവതാണെന്നും J. നന്ദകുമാർ ന്യൂസ് 18 പറഞ്ഞു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ആവശ്യപ്പെട്ടിട്ടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ RSS വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. RSSന്റെ ദേശീയത അംഗീകരിച്ചാൽ ഏതു പാർട്ടിയെയും അംഗീകരിക്കുമെന്നും J. നന്ദകുമാർ കൂട്ടിച്ചേർത്തു. കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നെങ്കിലും വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രശ്നങ്ങൾ വളർന്നു വന്നപ്പോൾ അവിടെ ഉടനടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും തുടങ്ങിയില്ലെങ്കിൽ ഒരു വലിയ വിഘടന വാദമോടെ രൂപപ്പെടും എന്ന് തോന്നിയപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്ന നേതാവ്, എല്ലാവരും അറിയുന്ന ആളാണ്, അദ്ദേഹം സംഘത്തെ സമീപിച്ചു. സംഘത്തിന്റെ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളോടെ തുടങ്ങണമെന്ന്, വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന്. NSUവിന്റെ സമ്മേളനം നടക്കുകയായിരുന്നു 1984 നാഗപ്പൂരിൽ. ശ്രീമാൻ രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് NSUയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒന്നല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ ടുഡേ 10-24 പേജുകളടങ്ങുന്ന ഒരു വലിയ ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് എഴുതി. ആ സമ്മേളനം NSUയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു. ഏതായാലും 2-3 ഗ്രൂപ്പായി തിരിഞ്ഞ് ആ സമ്മേളന നഗരിയിൽ അടിച്ചു. എന്നിട്ട് അടുക്കള, മെസ്സ്, ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ അടക്കം നശിപ്പിച്ചു. അതിന്റെ ചിത്രമുണ്ട് ഇന്ത്യ ടുഡേയിൽ, ഇപ്പോഴും നിങ്ങൾക്ക് പരിധിയാൽ കിട്ടും. ആ സന്ദർഭത്തിൽ വന്നുകൂടിയ, അല്ലെങ്കിൽ സംഘർഷത്തിൽ പെടാത്തവരോ സംഘർഷത്തിൽപ്പെട്ട് ക്ഷീണിച്ചവർക്കോ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോൾ കോൺഗ്രസിന്റെ വളരെ തലമുതിർന്ന നേതാക്കന്മാർ, അന്ന് നാഗപ്പൂരിന്റെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന മോഹൻ ഭാഗവത്, അദ്ദേഹം നേരിട്ട് സ്വന്തം അനുഭവം പറഞ്ഞത്. എന്നിട്ട് 14-15 മെസ്സുകൾ ഉണ്ടായിരുന്നതിൽ 8 മെസ്സും കൃത്യസമയത്ത്, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ സംഘപ്രവർത്തകരുടെ ഈ സംഘാടന മികവ് കൊണ്ട് പുനഃസ്ഥാപിച്ചു. മറ്റു വാർത്തകൾ നോക്കാം. കേന്ദ്ര സർക്കാർ ശബരിമല ഏറ്റെടുക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ ചർച്ചയും വിവാദവും ഉയരുന്നു.
ശബരിമല അടക്കം രാജ്യത്തെ പ്രധാന ക്ഷേത്രങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ഏക സിവിൽ കോഡ് നിലവിൽ വന്നാൽ ഉടൻ കേന്ദ്ര ദേവസ്വം വകുപ്പ് രൂപീകരിക്കുമെന്നും എല്ലാ പ്രധാന ക്ഷേത്രങ്ങളും ഏറ്റെടുക്കുമെന്നുമാണ് പ്രസ്താവന. കോട്ടയത്തെ കലിംഗ് സഭയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രം, കേന്ദ്ര തീർത്ഥാടന കേന്ദ്രമാക്കിയാലൊന്നുമില്ല. അദ്ദേഹത്തിന് നല്ല വ്യക്തമായ ഡിസൈൻ ഉണ്ട്. പക്ഷെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം, ആ ഫെഡറൽ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള മാർഗം, അതുകൊണ്ടാണ് ഞാൻ വളരെ വളരെ സെൻസിബിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ദ മൊമെന്റ് യൂണിഫോം സിവിൽ കോഡ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്, that will pave the path for any furtherance of whatever is needed by different communities, different religious segments. അങ്ങനെ ഒരു കാലം ഉടൻ തന്നെ വരുമെന്ന് വിചാരിക്കാമല്ലേ സർ? അതാ പറഞ്ഞത്, അമിത്ഷാ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിന് മറുപടി രാജ്യസഭയിൽ പറഞ്ഞത് അമിത്ഷാജിയാണ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, दोस्तों यूनिफॉर्म सिविल कोड आएगा, जरूर आएगा, शुरुआत हुई है. പോയി പ്രസംഗം എടുത്ത് പരിശോധിച്ചു. സർ, യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ ശബരിമലയുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൂടെ നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് അതിന്റെ അടിസ്ഥാന നിയമമായി മാറും. പിന്നെ വരാൻ പോകുന്നത് ചിലപ്പോൾ ഹിന്ദു റിലിജിയസ് കൺസോർഷ്യം, ഹിന്ദു റിലിജിയസ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള ദേശീയമായ ഒരു സംവിധാനമായിരിക്കും. ഒരു ദേവസ്വം വകുപ്പ് കേന്ദ്രത്തിൽ വന്നാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതൊക്കെ വരും. അതൊന്നും പാടില്ല എന്ന് ഒരാൾക്കും പറയാനൊക്കത്തില്ല. നിലവിലത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശബരിമല പ്രത്യേക പരിഗണന എടുത്തൊരു കേന്ദ്ര തീർത്ഥാടന കേന്ദ്രമാക്കി. ശബരിമല മാത്രമല്ല, ഒരുപാട് അതുപോലത്തെ ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങൾ. ശബരിമല വിഷയം വീണ്ടും കത്തി നിൽക്കുന്നതിനിടെയാണ് വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനവുമായി സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വരുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ ഫലത്തിൽ ഏറ്റെടുക്കുമെന്ന സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഏകീകൃത സിവിൽ കോഡ് വൈകാതെ വരും. അത് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നാലെ ഇത്തരം ആരാധനാലയങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ബില്ല് തന്നെ വരും എന്നാണ് അദ്ദേഹം ഇന്നലെ പാലായിൽ നടന്ന കലുങ്ക് സഭയിൽ വെച്ച് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് എടുത്തു കാണാനുള്ളത്, ഈ ശബരിമല ഏറ്റെടുക്കണമെന്ന് കാലങ്ങളായി സംഘപരിവാർ അണികളൊക്കെ പലതരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സുരേഷ് ഗോപി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഇപ്പോൾ ഒരു ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തോട് പ്രത്യേകം ഒന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ശബരിമലയെക്കുറിച്ച് വ്യക്തമായ ഡിസൈൻ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പന്തളത്ത് സംരക്ഷണ സംഗമത്തിൽ, ഈ ശബരിമല സംരക്ഷണ സംഗമത്തിൽ പ്രസംഗിച്ച അണ്ണാമലൈ ചൂണ്ടിക്കാട്ടിയത് കമ്മ്യൂണിസ്റ്റുകളെ ശബരിമലയിൽ നിന്ന് പുറത്തിറക്കണം എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയക്കാരല്ല ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് എന്നുള്ള നിലപാടാണ്. ഈ ധർമ്മശാല, ഈ ഇപ്പുറത്ത് കർണാടകയിലെ ക്ഷേത്രങ്ങളടക്കം തകർക്കുന്നതിനുള്ള, ധർമ്മസ്ഥല അടക്കമുള്ള ക്ഷേത്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്നാണ് തേജസ്വി സൂര്യ ചൂണ്ടിക്കാണിച്ചത്. ഫലത്തിൽ എന്തായാലും അതൊക്കെ ഇത്തരം ക്ഷേത്രങ്ങളെല്ലാം ഏറ്റെടുത്ത് കേന്ദ്രത്തിന് മുന്നിൽ ഒരു ദേവസ്വം ബോർഡ് തന്നെ വരും എന്ന നിലപാടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇതിനെതിരെ CPM-ഉം കോൺഗ്രസും ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. ഇത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വലിയ പ്രതികരണങ്ങളിലേക്ക് തയ്യാറാകുന്നില്ല. ഇങ്ങനെ വന്നാൽ നല്ലത് എന്ന് മാത്രമാണ് പറയുന്നത്. എന്തായാലും നിയമപരമായ പരിരക്ഷ ഇതിനുണ്ടോ, സുരേഷ് ഗോപി സ്വന്തം നിലയിൽ പറഞ്ഞതാണോ എന്നൊക്കെയുള്ളത് ഇനിയുള്ള സമയങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ശബരിമല ഏറ്റെടുക്കുക എന്ന ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ അടക്കമുള്ള, ശബരിമല മാത്രമല്ല ഇത്തരം ക്ഷേത്രങ്ങളെല്ലാം കേന്ദ്ര ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന ഒരു ആസൂത്രണം ഫലത്തിൽ നടക്കുന്നു എന്ന സൂചന തന്നെയാണ് സുരേഷ് ഗോപി നൽകുന്നത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാർ ശബരിമല ഏറ്റെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമല എന്നത് ദേവസ്വം ബോർഡിന്റെ അന്നദാതാവാണ്. ഏറ്റെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല. ഏറ്റെടുത്താൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട 13,000-ഓളം കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലാവുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയില്ല, പക്ഷെ അപകടകരമായൊരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹത്തിന്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1252 ക്ഷേത്രമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ശബരിമല എന്ന് പറയുന്ന അമ്പലം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ അന്നദാതാവാണ്. 600 കോടി രൂപ അവിടെ നിന്ന് കിട്ടുകയാണ്. ആ
600 കോടി രൂപയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് 1251 ക്ഷേത്രങ്ങൾ ഞങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. മാത്രമല്ല 14,000-ഓളം കുടുംബങ്ങൾ പൂർണ്ണ സാമ്പത്തിക സുരക്ഷിതത്വ ബോധത്തോടുകൂടി ഡയറക്റ്റായും ഏതാണ്ട് 25,000 കുടുംബങ്ങൾ ഇൻഡയറക്റ്റായും ജീവിച്ചു പോകുന്ന ഒരു ആത്മീയ സ്ഥാപനം കൂടിയാണിത്. അപ്പോ ശബരിമല ഏറ്റെടുത്താൽ കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് പറയുന്നു. എനിക്കറിയില്ല അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന സംവിധാനമാണോ, ഇതൊരു ഫെഡറൽ സംവിധാനമൊക്കെ ആണല്ലോ. ഏറ്റെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ബഹുമാനായ സുരേഷ് ഗോപിയാണ് മറുപടി പറയും. പക്ഷെ അങ്ങനെ ഏറ്റെടുത്താൽ ഈ 13,000 കുടുംബങ്ങൾ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള 25,000 കുടുംബങ്ങൾ, എല്ലാം കൂടി 40,000 കുടുംബങ്ങൾ, അവരുടെ കാര്യം ആരന്വേഷിക്കും? ഈ 1241 ക്ഷേത്രങ്ങൾ തിരിതെളിച്ച് പോകുന്നത് അതെങ്ങനെ നടപ്പിലാകും? അതിനും കൂടി ഒരു മറുപടി ബഹുമാനായ സുരേഷ് ഗോപി നൽകണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം നടത്തിയത്. ശബരിമല വിഷയത്തിൽ NSS നിലപാടിനെ സ്വാഗതം ചെയ്ത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. NSS എക്കാലത്തും സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്ന് പറയാനാവില്ല. വിഷയാധിഷ്ഠിതമായാണ് NSS നിലപാട് സ്വീകരിക്കാറുള്ളത്. കോൺഗ്രസിനെതിരെ NSS കൈക്കൊണ്ട നിലപാട് ശരിയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോലീസ് കേസ്. ആനക്കര മേലഴിയം സ്കൂളിലെ അധ്യാപകനായ കൂറ്റനാട് തൊഴുക്കാട് സ്വദേശി കള്ളിവളപ്പിൽ പ്രകാശിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗൗതം മിൻസൺ, മ്യൂസിക് കമ്പോസറാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണി മോഹൻ, പ്ലേബാക്ക് സിംഗറാണ്. നമ്മുടെ യുവതലമുറയെ ലഹരിയിൽ നിന്ന് വിമുക്തരാക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് 18 അവതരിപ്പിക്കുന്ന ആന്റി ഡ്രഗ് ക്യാമ്പയിൻ AD 2025 ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം AD 2025 ഗ്രാൻഡ് ഫിനാലെ പങ്കെടുക്കാൻ സെപ്റ്റംബർ 26 ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഉണ്ടാവും. ഒരു ചെറിയൊരു മ്യൂസിക് പെർഫോമൻസ് ഉണ്ടാകും. സോ see you all there on September 26. AD 2025 Grand Finale powered by ICL Fincorp. ICL Fincorp, the intelligent choice. And Reliance Industries Limited, co-powered by Amrit Veni. Amrit Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. In association with IBIS Group of Educational Institutions. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBIS-ലൂടെ. And Petra Steel Doors. Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. ലൈംഗിക ആരോപണങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി പാലക്കാട് മണ്ഡലത്തിലെത്തി. പൊതുപരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നില്ല. അന്തരിച്ച കോൺഗ്രസ് നേതാവ് PJ പൗലോസിന് മണ്ണാർക്കാട്ടെ ആശുപത്രിയിലെത്തി രാഹുൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതിനിടെ BJP പ്രവർത്തകർ MLA ഓഫീസിലേക്ക് പ്രകടനം നടത്തി. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന നിലപാടിലാണ് DYFI ഉള്ളത്. CV അനുമോദ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. അനുമോദ്, വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ തിരിച്ചു മണ്ഡലത്തിലെത്തുന്നത്. വലിയ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. MLA ഓഫീസിന് വലിയ സുരക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. നിലവിൽ എന്താണ് സാഹചര്യം? ശ്രീജ, 38 ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ മുൻകൂട്ടി വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലായിരുന്നു രാഹുലിൻ്റെ പാലക്കാട്ടേക്കുള്ള വരവ്. 9:30 അദ്ദേഹം പാലക്കാടെത്തി. തുടർന്ന് അദ്ദേഹം മണ്ണാർക്കാടേക്കാണ് പോയത്. PJ പൗലോസ് എന്ന കോൺഗ്രസ് നേതാവിൻ്റെ മരണം സംഭവിച്ചിരുന്നു. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് നിന്നും മണ്ണാർക്കാട്ടേക്ക് പോയത്. ആദ്യം
ആശുപത്രിയിലും പിന്നീട് മൃതദേഹവുമായി പോയ ആംബുലൻസിനെ അനുഗമിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ചേർന്നു. അവിടെ ബെന്നി ബെഹനാൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു. അവരും രാഹുലിനെ സ്വീകരിക്കുകയും ബെന്നി ബെഹനാൻ രാഹുലിനെ ചേർത്ത് പിടിക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. തങ്കപ്പൻ DCC പ്രസിഡന്റ് തങ്കപ്പൻ രാഹുലിന് കൈകൊടുക്കുകയും സൗഹൃദം പങ്കിടുകയും ചെയ്തു. അതേസമയം തന്നെ രാഹുലിനെതിരെ വലിയ പ്രതിഷേധം മണ്ഡലത്തിൽ ഉയരുന്നുണ്ട്. ഔദ്യോഗിക പരിപാടികളിൽ MLA നിലയിൽ ഔദ്യോഗിക പരിപാടികളിൽ ഏതെങ്കിലും പങ്കെടുക്കാനാണ് നീക്കമുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കുന്നതിന് UIP-യും BJP-യും ഒരേപോലെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് BJP പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ MLA ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തി. അതിനുശേഷം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ച് പാലക്കാട്ടേക്കാണ് പോകുന്നത് എന്നാണ് അറിയുന്നത്. ഒരുപക്ഷേ വൈകുന്നേരം ക്ഷേത്രങ്ങളിൽ പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. ഇന്ന് തന്നെ മടങ്ങുമെന്ന സൂചനകളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പമുള്ളവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. KSUവിൻ്റെ നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒപ്പം ഉള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒപ്പമുണ്ട്. ഈ നേരത്തെ തന്നെ പാർട്ടി ഇതിനോടകം തന്നെ രാഹുലിനെ തള്ളിക്കളഞ്ഞു എന്ന് VD സതീശൻ വ്യക്തമാക്കിയതാണ്. സസ്പെൻഷനിലുമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ അംഗമല്ലാത്ത ഒരു MLA ആണ് ഇപ്പോൾ രാഹുൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗം ഇക്കാര്യത്തിൽ പ്രതികരണങ്ങളായിട്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് രാഹുലിനെ പതിയെ മണ്ഡലത്തിൽ സജീവമാക്കുക, ഗൃഹസന്ദർശനവും അതുപോലെയുള്ള സ്വകാര്യ സന്ദർശനങ്ങളും കല്യാണങ്ങളും അതേപോലുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുപ്പിച്ച് വീണ്ടും രാഹുലിനെ മണ്ഡലം സജീവമാക്കാനുള്ള നേതൃത്വത്തിൻ്റെ ഒരു നീക്കമാണ് എന്ന് തന്നെ വേണം കരുതുവാൻ. ഔദ്യോഗിക പരിപാടികളിലേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാതെ മണ്ഡലത്തിൽ സജീവമായി രാഹുലിനെ വീണ്ടും പാലക്കാട് കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ നേതൃത്വത്തിൻ്റെ നീക്കം. നേതൃത്വം എന്നാണെങ്കിൽ ഇതിൽ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിഷേധങ്ങളെ പതിയെ തണുപ്പിക്കാനുള്ള നേതൃത്വത്തിൻ്റെ നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇപ്പോഴത്തെ വരവ്. എന്താണെങ്കിലും സ്വകാര്യ സന്ദർശനങ്ങളിലും അതുപോലെ തന്നെ ക്ഷേത്ര സന്ദർശനങ്ങളിലും അതുപോലെ പള്ളികളിൽ പോകുന്നതിനൊന്നും രാഹുലിനെ തടയുവാനോ പ്രതിഷേധിക്കുവാനോ ആരും മുതിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വകാര്യ കാര്യങ്ങളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഔദ്യോഗികമായിട്ട് MLA നിലയിൽ ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും പരിപാടിയിലേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ ഉയരുക തന്നെ ചെയ്യും. എന്താണെങ്കിലും നിലവിൽ ഇന്ന് രാഹുൽ പോയ ഇടങ്ങളിലൊന്നും തന്നെ നേരിട്ട് പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. ലഹരിക്കെതിരെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിന് പാലക്കാട്ട് തുടക്കം. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് യാത്ര. വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ നടന്ന നടത്തത്തിൽ നിരവധി പേർ പങ്കെടുത്തു. യുവത്വത്തെ വിഴുങ്ങുന്ന മയക്കുമരുന്ന് വിപത്തിനെതിരെ ന്യൂസ് 18 കേരളം നടത്തുന്ന AD 2025 ക്യാമ്പയിന് എല്ലാവിധ പിന്തുണയും ആശംസകളും. സ്നേഹത്തോടെ കൈലാഷ്. AD 2025 Grand Finale powered by ICL FinCorp. ICL FinCorp, the intelligent choice. And Reliance Industries Limited, co-powered by Amrit Veni. Amrit Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. In association with IBIS Group of Educational Institutions. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBIS-ലൂടെ. And Petra Steel Doors. Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ ദുൽഖർ സൽമാന്റെ കാറുകൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കൂടുതൽ അന്വേഷണത്തിലേക്ക്. സംശയനിഴലിലായ നിസാൻ പെട്രോൾ Y60, 61 എന്നീ 2 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും. ദുൽഖർ ഉൾപ്പെടെ വാഹന ഉടമകളോട് ഉടൻ വിശദീകരണം തേടും. നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലക്കലിനെ ഇന്നലെ രാത്രി കസ്റ്റംസ് ചോദ്യം ചെയ്തു. 6 വാഹനങ്ങളുടെ വിവരങ്ങളാണ് തേടിയത്. ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ കസ്റ്റംസിന് പുറമെ ED-യും GST-യും അന്വേഷണം നടത്തും.
ഭൂട്ടാൻ കാർ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് അവരുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, വാഹനങ്ങളുടെ രേഖകൾ അടക്കം ശേഖരിച്ചിരുന്നു. ചിലർ അവരോട് ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. അത്തരം രേഖകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നടന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വസതിയിലടക്കം പരിശോധനകൾ ഉണ്ടായിരുന്നു. ഇതിൽ ദുൽഖർ സൽമാന്റെ 2 കാറുകൾ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം കസ്റ്റംസ് തേടിയിട്ടുണ്ട്. 2 നിസാൻ പെട്രോൾ സീരീസിൽ പെടുന്ന 2 കാറുകളിലാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാർ നിലവിൽ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് കസ്റ്റംസിനോ മറ്റോ ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അമിത് ചക്കാലക്കലിന്റെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ 1 കാർ മാത്രമാണ് തൻ്റേതുള്ളത്, മറ്റുള്ളത് ഗ്യാരേജിൽ നിന്നുള്ളതാണെന്നാണ് അമിത് ചക്കാലക്കൽ വ്യക്തമാക്കുന്നത്. ഇതിന്റെ രേഖകൾ തന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മറ്റു വകുപ്പുകൾ കൂടി, പ്രത്യേകിച്ച് GSTയും അതോടൊപ്പം തന്നെ EDയും കൂടി അന്വേഷണത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് പ്രധാനമായും തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പണമിടപാട്, കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം, അത് ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ളതാണ്, പണം നൽകിയതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ആര് പണം നൽകി എന്നതിന് സംബന്ധിയായ കാര്യങ്ങൾ, വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ED അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. GST വ്യാപകമായ രീതിയിലുള്ള നികുതി വെട്ടിപ്പും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്, പ്രധാനമായും അത് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ അന്വേഷണം GSTയും നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിവരുന്ന അന്വേഷണങ്ങൾ 10 ദിവസത്തിനകം ഈ ഉടമകളോട് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞായിരിക്കും മറ്റ് നടപടികളിലേക്കടക്കം നീങ്ങുകയും ചെയ്യുന്നത്. ഈ സമയങ്ങളിൽ കൂടുതലും ഈ രേഖകൾ, എന്ത് രേഖകളാണ് നൽകിയിട്ടുള്ളത്, അതിൻ്റെതായ ഒരു പരിശോധനകളാണ് ഇപ്പോൾ കസ്റ്റംസ് നടത്തി വരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി പോൾ കൊച്ചിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായുള്ള കസ്റ്റംസ് പരിശോധനയിൽ തന്റെ 1 കാർ മാത്രമാണ് പിടികൂടിയതെന്ന് നടൻ അമിത് ചക്കാലക്കൽ. താൻ കാർ കടത്തുകാരനല്ല. ആ കാറിന്റെ, കസ്റ്റംസ് പിടിച്ചെടുത്ത കാറിന്റെ രേഖകൾ ഹാജരാക്കാൻ കഴിയുമെന്നും അമിത് ന്യൂസ് 18നോട് പറഞ്ഞു. നമുക്കൊപ്പം നടൻ അമിത് ചക്കാലക്കൽ കൂടി ചേരുന്നു. അമിത്തിന്റെ പക്കൽ നിന്ന് 7 വാഹനങ്ങൾ നോട്ടീസ് നൽകിയെന്നെല്ലാം തന്നെയാണ് പറയുന്നത്. എന്തായാലും വാസ്തവം എൻ്റെ ഒരു വാഹനമാണ്. ആ വാഹനം ഞാൻ പേഴ്സണലി ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ മുമ്പത്തെ ഓണേഴ്സും ഇത് 1999 1999 രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. അപ്പോൾ ഇന്നലെ RT ഓഫീസർ വന്നപ്പോഴും അവരതിൻ്റെ രജിസ്ട്രേഷൻ വെരിഫൈ ചെയ്തു, ഷാസി നമ്പറിൽ എന്തെങ്കിലും ടാമ്പർ ചെയ്തെന്നുള്ള വെരിഫൈ ചെയ്തു, എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതെല്ലാം ജെന്യുവിനാണ്. അപ്പോൾ ആ ഒരു വാഹനമാണ് എൻ്റെ കസ്റ്റഡിയിലുള്ളത്, എൻ്റെ വാഹനം. ബാക്കി ഇവിടെ കാണുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ ടെക്നിക്കൽ വർക്കിന് വേണ്ടി എൻ്റെ വീടിനടുത്ത് ഗരാജിൽ വന്നതാണ്. അപ്പോൾ അത് എൻ്റെ കെയർ ഓഫിൽ വന്നതായതുകൊണ്ട് ഗരാജിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഗരാജ് ഓണർ പറഞ്ഞു ഇന്ന ആളുടെ കെയർ ഓഫിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ കെയർ ഓഫിൽ എന്നോട് ഈ പറയുന്ന വാഹനങ്ങളുടെ ഉടമയിൽ നിന്നും ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്, എൻ്റെ കെയർ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല, ഒറ്റ വാഹനമേ ഉള്ളൂ. ആ വാഹനത്തിന്റെ ഡോക്യുമെന്റ്സ് ആണ് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയെല്ലാം അതാത് ഓണേഴ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ അറിയിച്ചു, അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വാഹനങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ഇൻവോയ്സ് ഉള്ള വാഹനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇനി അതിൻ്റെ ഓണേഴ്സ് കൊണ്ടുചെല്ലണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ കെയർ ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ്ലി അവർ ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കാനിട്ടേക്കാണെന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം, കാരണം അതിനെല്ലാം അതാത് ഓണേഴ്സ് ഉണ്ട്. അതിൽ ഇപ്പോൾ അമിത്തിന്റെ കയ്യിൽ നിന്ന് എടുത്ത വാഹനങ്ങൾ, അതിന്റെ ഡോക്യുമെന്റ്സും എല്ലാം തന്നെ ഈ 10 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. നമ്മൾ 10 ദിവസം സമയത്തിനുള്ളിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് വന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിന് ആ ഷോറൂമിൽ നിന്നെല്ലാം എല്ലാം അതിൻ്റെ ഇൻവോയ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും അതിൻ്റെ പ്രോബ്ലം ഇല്ല. അല്ലാത്ത വാഹനങ്ങൾ ഏകദേശം 99-ലും 2000-ലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ്. അപ്പോൾ ഇനി ആ രജിസ്ട്രേഷൻ യാതൊരുവിധ തട്ടിപ്പോടെ ചെയ്തതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം. അപ്പോൾ അത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അവർ വണ്ടി വിട്ടു തരുള്ളൂ. എൻ്റെ മാത്രമല്ല, ഒരു 10-30 സ്ഥലത്ത് ഇന്നലെ പരിശോധന നടന്നിട്ടുണ്ട്, ദുൽഖറിൻ്റെയും പൃഥ്വിയുടെയും ഇവരുടെ ഉൾപ്പെടെ. അപ്പോൾ ആ വാഹനങ്ങളുടെയൊക്കെ ജെനുവിനിറ്റി എന്താണെന്നുള്ളത് കാര്യം അവർക്കും അറിയണം, നമുക്കും നല്ലതാണ്. പക്ഷെ അതിന്റെ പുറത്ത് നമ്മൾ കുറച്ച് ഇനി ഓടേണ്ട വരും. അപ്പോൾ ആ വലിയ കുരിശായി. പക്ഷെ ഇതിന്റെ വേറൊരു ടെക്നിക്കൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 6-7 ആൾക്കാർ കടന്നാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് RC ബുക്ക് ഉണ്ടാവുള്ളൂ, ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ. പല ആൾക്കാരുടെ അടുത്തും പഴയ വർഷങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതെങ്ങനെ ഇതിനി സോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഞാനും ചിന്തിക്കണത്. ഒന്നില്ലെങ്കിൽ 10-25 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാൻ തയ്യാറാവണം ഓഫീസേഴ്സ്, മീൻസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ പെടും. ജെന്യുവിൻ വണ്ടിയും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ മുന്നാധാരം മറ്റേ ഇതൊക്കെ പറഞ്ഞ പോലെ നമ്മളത് കീപ്പ് ചെയ്യേണ്ട വരും. പക്ഷെ അതിനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊന്ന് സപ്പോർട്ട് ചെയ്ത് MBD നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒരുപാട് നമുക്ക് സമയവും
ഈ പറഞ്ഞ പോലെ പ്രശ്നത്തിൽ നിന്നും ഒഴിവാകും. 100% ആത്മവിശ്വാസിക്കാരത്തിലുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കാൻ ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു. 6 അംഗ സംഘമാണ് അന്വേഷിക്കുക. നിക്ഷേപകർ പരാതിയുമായി വന്നാൽ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യാനും തീരുമാനമായി. അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ നൽകണമെന്ന് ബാങ്കിനോട് ആവശ്യപ്പെട്ടു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 6 അംഗ സംഘമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ചതുപോലെ തന്നെ സ്റ്റുവർട്ട് കില്ലറുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം. ഇതിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഈ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ പരാതിയുമായി വരികയാണെങ്കിൽ അതിന് പ്രത്യേക അന്വേഷണം, അത് വേറെ തന്നെ ഒരു അന്വേഷണം നടത്തണം എന്നാണ് നിർദ്ദേശമുള്ളത്. എത്രയും പെട്ടെന്ന് ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് ആവശ്യമെങ്കിൽ ഈ ഒരു പ്രാഥമിക അന്വേഷണം കഴിഞ്ഞ് അത് ആവശ്യമെങ്കിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിലൊരു രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലം കൂടി ഉള്ളതിനാൽ ഈ ഒരു BJPയുടെ ആരോപണം പോലീസിന് നേർക്കും അതേപോലെ തന്നെ CPIM സർക്കാരിനെതിരെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കി ഇതിലൊരു വ്യക്തത വരുത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൽ ഇന്ന് രാവിലെ ശിവൻകുട്ടിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. ഇതിലൊരു BJP പ്രവർത്തകരാണ് ഇതിൽ നല്ലൊരു ശതമാനവും വായ്പയെടുത്ത് തിരിച്ചടക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു BJP നേതൃത്വത്തിന് ഇതിൽ നിന്നും കൈ കഴുകാൻ കഴിയില്ല. ഈ ഒരു സാമ്പത്തിക പ്രശ്നം ഉടലെടുത്തത് തന്നെ ഈ ഒരു BJP നേതൃത്വത്തിൽ നിന്നുള്ള പലരും വായ്പയെടുത്ത് തിരിച്ചടക്കാത്തത് കൊണ്ടാണെന്നാണ് CPM അടക്കം ഇപ്പോൾ ആരോപിക്കുന്നത്. അതിൽ ഒരു കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ഇതിലൊരു പോലീസ് അന്വേഷണം കൃത്യമായി പുരോഗമിക്കണം. മാത്രമല്ല, ഈ സഹകരണ വകുപ്പിൽ നിന്നും ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതിന്റെ സംഘം കൃത്യമായ ഒരു സാമ്പത്തിക ക്രമക്കേട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അല്ല ഇതിൽ എന്തെങ്കിലും കൃത്യമായ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോയത് എന്നടക്കമുള്ള സഹകരണ വകുപ്പിന്റെ അടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിലൊരു ബോർഡ് അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ള മറ്റ് വിവരങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിനൊപ്പം ഈ ഒരു ഫോൺ രേഖകളും ഇത്തരത്തിലുള്ള മറ്റ് കുടുംബാംഗങ്ങളടക്കം മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും അന്വേഷണം പുരോഗമിക്കുക. നിലവിൽ അന്വേഷണ സംഘം ഇത്തരത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ശ്രീജ, ശരി. സാരംഗാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. രാജീവ് ചന്ദ്രശേഖരന് കാര്യങ്ങൾ അറിയാമായിരുന്നു. നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട്. 100% BJP പ്രവർത്തകരുള്ള ബാങ്കിൽ നിന്ന് വായ്പയെടുത്തത് ഭൂരിപക്ഷവും BJPക്കാർ തന്നെയാണെന്നും മന്ത്രി പറഞ്ഞു. കോർപ്പറേഷൻ കൌൺസിലർ അനിൽകുമാറിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. കൌൺസിലർമാർക്കെതിരെ അടക്കം ആരോപണം ഉയർന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. അനിൽകുമാറിന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും മേയർ പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞം വെണ്ണിയൂരിൽ വീട് കുത്തിത്തുറന്ന വൻ കവർച്ച. 17 പവനും 1 ലക്ഷം രൂപയും കവർന്നു. മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഗിൽബർട്ടിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വെണ്ണിയൂർ സ്വദേശി ഗിൽബർട്ടിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇന്ന് രാവിലെയാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി ഇവർ സമയമാണ് മോഷണം നടന്നത്. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. ഗിൽബർട്ടിന്റെ ഭാര്യ വിമലകുമാരിയുടെയും മകൻ ബെൻസന്റെയും ഉൾപ്പെടെയുള്ള സ്വർണമാണ് കവർന്നത്. മകന്റെ മുറിയിലെ ലോക്കറിൽ നിന്നും സ്വർണം നഷ്ടമായി. ഇതിന്റെ കൃത്യമായ കണക്ക് പരിശോധിച്ചു വരുന്നതായി പോലീസ് പറയുന്നു. മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത്. മുൻവാതിലും പിൻവാതിലും കുത്തി തുറന്നിട്ടുണ്ട്. മുറികളിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. CCTVയും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതായി വിഴിഞ്ഞം പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വിഴിഞ്ഞം വെങ്ങാനൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. വെങ്ങാനൂർ മലങ്കര സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കല്ലുവെട്ടാംകുഴിക്ക് സമീപം നിയന്ത്രണം വിട്ട ബസ് മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും ആയിക്കും പരിക്കേറ്റു. ഇവരെ വിഴിഞ്ഞം ഗവൺമെന്റ് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലെത്തിയ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പരിധിയിൽ കൂടുതൽ കുട്ടികളെ വാഹനത്തിൽ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നുവെന്നായിരുന്നു രക്ഷിതാക്കളുടെ ആരോപണം. പോലീസ് എത്തി സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി. തിരുവനന്തപുരം മണ്ണന്തല മരുതൂരിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട KSRTC ബസ് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.
കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ബൈക്ക് യാത്രികനായ കരവാളൂർ സ്വദേശി സംഗീതാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. H-1B വിസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിഷ്കരണത്തിനൊരുങ്ങി US സർക്കാർ. എല്ലാ വിസ അപേക്ഷകളെയും പരിഗണിക്കുന്ന ലോട്ടറി സമ്പ്രദായം നിർത്തലാക്കി ഉയർന്ന വേതനം ലഭിക്കുന്നവരെ തെരഞ്ഞെടുത്ത് വിസ നൽകാനാണ് തീരുമാനം. ഇതിലൂടെ വൈദഗ്ധ്യമുള്ളവരെ മാത്രം പുറം നാട്ടിൽ നിന്ന് എത്തിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. H-1B വിസയ്ക്ക് $1 ലക്ഷം ഫീസ് നിശ്ചയിച്ച തീരുമാനത്തിന് പിന്നാലെയാണ് പുതിയ പരിഷ്കാരങ്ങളും സർക്കാർ ആലോചിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിദഗ്ധരായ തൊഴിലാളികൾ മാത്രം അമേരിക്കയിൽ എത്തിയാൽ മതി എന്നാണ് US സർക്കാരിന്റെ നിലപാട്. ഇതോടെയാണ് H-1B വിസയിൽ നിലവിലുള്ള ലോട്ടറി സമ്പ്രദായം അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. H-1B വിസയിൽ അർഹതയുടെ മാനദണ്ഡമായി വാർഷിക വരുമാനമാണ് സർക്കാർ കണക്കിലെടുക്കുക. ഉയർന്ന ശമ്പളത്തിന് അമേരിക്കയിൽ ജോലി ലഭിക്കുന്നവർ വിദഗ്ധരായിരിക്കും എന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. പ്രതിവർഷം $1,62,528 അതിനു മുകളിലോ ശമ്പളം ലഭിക്കുന്നവർക്ക് 4 തവണ വരെ വിസ അനുവദിക്കും. വാർഷിക വരുമാനം താരതമ്യേന കുറവുള്ളവർക്ക് 1 വർഷം കാലാവധിയിൽ മാത്രമേ വിസ അനുവദിക്കൂ. പുതിയ പരിഷ്കാരം വൈകാതെ നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. വിസയുടെ ഫീസ് വർദ്ധിപ്പിച്ചതിനൊപ്പം 3 വർഷ കാലാവധി 1 വർഷമായി വെട്ടിച്ചുരുക്കിയിരുന്നു. അമേരിക്ക ആകെ അനുവദിക്കുന്ന H-1B വിസയിൽ 70% നേടുന്നത് ഇന്ത്യൻ പൗരരാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ജോലി ചെയ്യുന്നതും ജോലി തേടുന്നതുമായ ഇന്ത്യക്കാരിൽ നിലവിലെ പരിഷ്കാരങ്ങൾ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. അതേസമയം ഈ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18. ഗാസ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ തള്ളി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഗാസയിൽ സമാധാനം പുലരണമെങ്കിൽ അമേരിക്ക ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്തണമെന്നാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണം. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് ഹമാസിന് അംഗീകാരം നൽകുന്ന നടപടിയാണെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ എത്തിക്കുന്നതാണ് സമാധാനത്തിന്റെ വഴിയെന്നുമായിരുന്നു ട്രംപ് UN-ൽ പ്രസംഗിച്ചത്. ഫ്രാൻസും UKയും അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. നരേന്ദ്രമോദിയുടെ അഴിമതി ഭരണത്തിന്റെ അവസാനത്തിന് തുടക്കം കുറിക്കുന്നതാകും ബീഹാർ തെരഞ്ഞെടുപ്പെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഖർഗെ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ടവകാശം ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടക്കുന്നതായും ആരോപിച്ചു. പട്നയിൽ നടക്കുന്ന വിശാല പ്രവർത്തക സമിതി യോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു ഖർഗെയുടെ വിമർശനം. बिहार की जनता भाजपा का धार्मिक ध्रुवीकरण नहीं चाहती, वो विकास केंद्रित राजनीति चाहती है. वो अपनी सरकार से बेसिक लॉन्ग टर्म सॉल्यूशन चाहती है. वो विकास, रोजगार, सामाजिक न्याय और सुशासन का अधिकार चाहती है. ദേശീയ തലത്തിൽ വോട്ട് കൊള്ള ആരോപണം കൂടുതൽ സജീവമായി ഉയർത്തുന്നതിനുള്ള രൂപരേഖാ യോഗം തയ്യാറാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളും ബീഹാറിലെ പട്നയിൽ നടക്കുന്ന യോഗം ചർച്ച ചെയ്യും. MS സുബ്ബലക്ഷ്മി പുരസ്കാരം KJ യേശുദാസിന്. നടൻ SJ സൂര്യ, നടി സായ് പല്ലവി, സംവിധായകൻ ലിംഗുസ്വാമി എന്നിവർക്ക് 2021 തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരവും ലഭിച്ചു. നടൻ വിക്രം പ്രഭു, ഗാനരചയിതാവ് വിവേക എന്നിവർക്ക് 2022 പുരസ്കാരം ലഭിച്ചപ്പോൾ നടന്മാരായ മണികണ്ഠൻ, ജോർജ് ആര്യൻ, സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രൻ, ഗായിക ശ്വേത മോഹൻ, ഡാൻസ് കൊറിയോഗ്രാഫർ സാൻഡി മാസ്റ്റർ എന്നിവയ്ക്ക് 2023 പുരസ്കാരം ലഭിച്ചു. പുരസ്കാരങ്ങൾ ഒക്ടോബറിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിതരണം ചെയ്യും. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കലാകാരൻ എന്ന നിലയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നുവെന്ന് മോഹൻലാൽ. ആദരവുകൾക്ക് മുന്നിൽ താൻ കൂടുതൽ വിനയാന്വിതനാകുന്നു. പുരസ്കാരം സ്വീകരിച്ച ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയപ്പോഴായിരുന്നു ലാലിന്റെ പ്രതികരണം. എല്ലാം വളരെ നന്നായിരുന്നു, നല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ടും ഒരു ക്ലാസിക്കൽ ആർട്ടല്ലേ, അതുകൊണ്ടായിരിക്കാം തീർച്ചയായും. സിനിമ എന്നതിലുപരി അതൊരു പെർഫോമൻസ് നൽകിയൊരു ക്ലാസിക്കൽ ആർട്ടാണ്. ഇതൊരു സംസ്കൃത നാടകമാണ്. മറ്റേത് ഒരു 3 ഡൈമെൻഷണൽ ആർട്ടാണ്, കഥകളി. അത് സാധാരണ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറില്ല, അതുകൊണ്ടായിരിക്കാം എടുത്തു പറഞ്ഞത്. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അതിപ്പം പല ആൾക്കാർ പറഞ്ഞു തുടങ്ങി, വലിയ ബൂഡായിട്ട് മാറി. അത് ശരിക്കും ഒരു ഡേർട്ടി ബിസിനസ്സാണ്.
ആ സിനിമയിൽ ആ കഥാപാത്രവും ബാക്കി എന്ത് ചെയ്താലും ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പം ആ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അയാളുടെ ഒരു ഡിസിഷനിലേക്ക് താല്പര്യം ഉണ്ടാകും. അത് നമ്മളെ കുട്ടികളിലേക്ക് എത്തിക്കണം, മാതാപിതാക്കളിലേക്ക് എത്തിക്കണം. ഇത് വളരെ ഒരു എന്താ പറയുന്ന ഒരു വിഷ്യസ് സർക്കിളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ യുവത്വം ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കല്ല, എല്ലാവർക്കും പറ്റും. എല്ലാവരും അതിൻ്റെ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് അഭിപ്രായം. AD 2025 Grand Finale powered by ICL FinCorp. ICL FinCorp, the intelligent choice. And Reliance Industries Limited, co-powered by Amrit Veni. Amrit Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. In association with IBIS Group of Educational Institutions. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBIS-ലൂടെ. And Petra Steel Doors. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. CPM KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ എറണാകുളം സെഷൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. ഒന്നാം പ്രതി ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നടപടി. സൈബർ ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയെന്ന വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ. അതിന്റെ കേന്ദ്രം പറവൂരും തിരുവനന്തപുരവുമാണ്. കോൺഗ്രസ് തന്നെയാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ. പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അല്ല, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രചാരകരായിട്ട് വന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഒട്ടേറെ മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ആ വിവരങ്ങളൊക്കെ ഞാൻ പോലീസിന് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വ്യക്തമാക്കുന്നത് ശരിയല്ല, അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പറയാം. അല്ല, അത് അവരല്ലേ നമുക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകളാണ് അത് വ്യക്തമാക്കേണ്ടത്. എൻ്റെ മേലൊരു ആരോപണം ഉന്നയിക്കപ്പെടേണ്ട അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ഞാൻ. ഗൂഢാലോചന ഉണ്ടല്ലോ, ഇത് ഗൂഢാലോചനയുണ്ട്, ആസൂത്രിതമായ ഗൂഢാലോചന. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാകാം. അതൊക്കെ എന്താണെന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് തീർച്ചയായിട്ടും വ്യക്തമാകും. ആലോചനയുടെ കേന്ദ്രമൊക്കെ ഈ നമ്മുടെ ജില്ലയിലും പറവൂരും തിരുവനന്തപുരത്ത് ഷാജഹാൻ്റെ കേന്ദ്രമൊക്കെ ആയിട്ടായിരിക്കുമല്ലോ. പക്ഷേ ഇത് ഏറ്റെടുക്കുന്നത്, സൈബർ ആക്രമണത്തിൻ്റെ പ്രത്യേകത പിന്നീട് ഏറ്റെടുക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എന്ന് കരുതപ്പെടുന്ന ആളുകൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ എതിർ രാഷ്ട്രീയം, വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ പിന്നെ ഇത് ഏറ്റെടുക്കുമല്ലേ. അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയാണ് 6 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് വിശദമായ ചോദ്യം ചെയ്യൽ. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഒരു ഘട്ടത്തിൽ കേസ് മുന്നോട്ട് പോകുന്നില്ല എന്നുവരെ എത്തിയിരുന്നു. ഇപ്പോൾ കൂടുതൽ ശക്തമായ തെളിവുകൾ കിട്ടിയ സാഹചര്യത്തിലാണോ? ശ്രീജ, ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്കാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ ലഭ്യമായിട്ടുള്ളത്. നിലവിൽ ഏറ്റുമാനൂർ കോടതിയുടെ കീഴിൽ കോട്ടയം ജില്ലാ ജയിലിലായിരുന്നു സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അവിടെ ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഇയാൾ റിമാൻഡിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്നും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇയാളെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെ അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് ഒരു തിരോധാന കേസ് മാത്രമായിരുന്നു. അതിനെ ആ കേസിനെ 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കൊലപാതക കേസിലേക്ക് അന്വേഷണ സംഘം നിലവിലത്തെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ജൈനമ്മ കേസിൽ ജൈനമ്മയുടെ രക്തസാമ്പിളുകൾ തിരിച്ചറിഞ്ഞതിന് ശേഷം അത്തരത്തിലൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം മാറിയിരുന്നു. അതായത് ഈ കാണാതായ സ്ത്രീകളെല്ലാം കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ബിന്ദു പത്മനാഭൻ കേസിൽ പോലീസ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ടീമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ചൊവ്വാഴ്ച വരെ ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് കോടതി ഉത്തരവിട്ടുള്ളത്. ചേർത്തല കോടതിയിലാണ് രാവിലെ 11 മണിയോടുകൂടി സെബാസ്റ്റ്യനെ ഹാജരാക്കിയത്. അതിനുശേഷം ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടുന്നതിനുള്ള ഉത്തരവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ബിന്ദുവിന്റെ ഭൂമി തട്ടിപ്പ് നടത്തിയതുമായൊക്കെ ബന്ധപ്പെട്ട നിർണായകമായ പല വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു. സോഡാ പൊന്നപ്പൻ അടക്കമുള്ള ദല്ലാൾമാരുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. അതിൽ സെബാസ്റ്റ്യനും ഫ്രാങ്കിൽ എന്നുള്ള വ്യക്തിയും ചേർന്ന് ബിന്ദുവിനെ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ശുചിമുറിയിൽ കൊലപ്പെടുത്തി നടക്കുമുള്ള നിർണായക വെളിപ്പെടുത്തൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ സതീശൻ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് സതീശൻ അന്വേഷണ സംഘം പറഞ്ഞതിന് വിരുദ്ധമായ പല കാര്യങ്ങളും ന്യൂസ് 8നോട് വ്യക്തമാക്കിയിരുന്നു. ബിന്ദുവിന്റെ ഭൂമി വാങ്ങിയ ആളാണ് സതീശൻ. അത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ഇനിയൊരു ക്ലാരിറ്റി അന്വേഷണ സംഘത്തിന് വരുത്തേണ്ടതായുണ്ട്. സതീശനെ അടക്കം നേരത്തെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലേക്ക് വാങ്ങിയിട്ടുള്ളത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.
വിദ്യാഭ്യാസ വകുപ്പിന് ഫണ്ട് കേന്ദ്ര സർക്കാർ വൈകിപ്പിക്കുന്നതിന് പിന്നിൽ BJPയുടെ ഇടപെടലെന്ന മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ കേരളത്തിന് ആവശ്യമില്ല. ഇക്കാര്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കുമെന്നും സംസ്ഥാനത്തിന് കിട്ടാനുള്ള തുക മുഴുവൻ ലഭ്യമാക്കണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഗവർണറുടെ അധികാരങ്ങൾ വ്യക്തമാക്കിയുള്ള പാഠപുസ്തകങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഓരോരുത്തരും വായിക്കേണ്ടതാണ്. വിപുലമായാണ് ഇക്കാര്യം കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇടക്കൊച്ചി കണ്ണങ്കാട്ട് പാലത്തിന് സമീപമുള്ള അനധികൃത ഭൂമി നികത്തൽ നാട്ടുകാർ തടഞ്ഞു. കണ്ണങ്കാട് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള കണ്ടൽ നിറഞ്ഞ നീർത്തടമാണ് ഒരു രാത്രി കൊണ്ട് നികത്താൻ ശ്രമിച്ചത്. ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിലേക്കുള്ള റോഡും ഭൂമാഫിയ നശിപ്പിച്ചതായും പരാതിയുണ്ട്. അനധികൃത ഭൂമി നികത്തലിനെതിരെ നാട്ടുകാരും ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് റോഡ് ഉപരോധിച്ചു. കൊച്ചിയിലെ പല മേഖലകളിലും പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചി ഭാഗങ്ങളിലെല്ലാം തന്നെ അനധികൃതമായ ഭൂമി നികത്തൽ, പ്രത്യേകിച്ച് ഈ നീർത്തടങ്ങൾ പോലെയുള്ള സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ നികത്തുന്നുവെന്ന വ്യാപക പരാതി ഉയരുന്നൊരു സാഹചര്യം തന്നെയുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ ഇടക്കൊച്ചിയിലെ ഈ പ്രദേശം നമ്മൾ കാണുന്നത്. കണ്ടൽക്കാടും ഉള്ള പ്രദേശങ്ങൾ തന്നെയാണ്. ഇതിനോട് ചേർന്നുള്ള ഈ കണ്ണങ്കാട്ട് അമ്പലത്തിനോട് ചേർന്നുള്ള പ്രദേശം ഇപ്പോൾ വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നുവെന്നാണ് പരാതി. നമ്മൾ ഈ കാണുന്നത് ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് നികത്തിയെടുത്ത ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ അമ്പലം ഭാരവാഹികളെല്ലാം ചേർന്നപ്പോൾ റോഡ് അടക്കം ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്താണ് ഇന്നലെ ഒരു ദിവസം കൊണ്ടാണ്, ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ വെച്ചാൽ മതിൽ ഇടിച്ചു പൊളിച്ച് വരെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ റോഡ് വരെ നശിപ്പിച്ചു. അന്നദാന ഹാളിലേക്ക് പോകുന്ന റോഡ്, ടാർ ചെയ്ത റോഡ്, ടാർ റോഡിൻ്റെ കോൺക്രീറ്റ് എല്ലാം പൊളിച്ച് ഈ ഫില്ല് ചെയ്ത് ധിക്കാരപരമായും മനുഷ്യത്വപരമല്ലാത്ത നടപടിക്രമങ്ങളാണ് ഇന്നലെ രാത്രി ഈ മാഫിയ ഗുണ്ടകൾ ചെയ്തേക്കണത്. ഒരു അനുമതിയോ കാര്യങ്ങളോ ചോദിക്കുന്നതും അതിനപ്പുറം ഈ തണ്ണീർത്തടം കൂടി നികത്തിയെടുക്കുകയാണോ? അതെ, ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അപ്പുറത്തൊരു ഭൂമി നികത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ മാർച്ച് നടത്തിയാണ്. അപ്പോൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസ് ഒക്കെ നിശ്ചലമാണ്. കാരണം വെച്ചാൽ അവർ കൊണ്ടുവന്ന് ഞങ്ങളെ തണുപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും. ഈ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുമ്പോൾ തന്നെയാണ് രാത്രി കാലങ്ങളിൽ ഇതുപോലെ ഭൂമികളെല്ലാം നികർത്തി ഇവർ നല്ല വിലക്ക് കോടികൾ, കാരണം ഈ കൊച്ചിയുടെ ഏറ്റവും വികസന സ്ഥലമാണിത്. ഒരു സെൻറ്റിന് താണ്ടി ഇപ്പോൾ 15-18 ലക്ഷം രൂപയാണ് ഇവിടെ. അപ്പോൾ ഇത് നിസ്സാര വിലക്ക് ഇതുപോലത്തെ നീർത്തടങ്ങൾ വാങ്ങിച്ച് നികർത്തി കോടികൾ ലാഭം ഉണ്ടാക്കുന്ന ഒരു മാഫിയ സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് 10-30 ഗുണ്ടകളുടെ നേതൃത്വത്തിലാണ് ടോറസുകൾ. ഏതാണ്ട് 100 ലോഡാണ് ഒറ്റ ദിവസം കൊണ്ട് അടിച്ചത്. 1 മണിക്ക് ശേഷം 5 മണിക്ക് ഇടക്കായിട്ട് 100 ലോഡ് 100 ടോറസ് വന്ന് അടിച്ചു പോകാന്ന് പറഞ്ഞാൽ വലിയൊരു മാഫിയ സംഘം തന്നെയാണെന്ന് പറയാം. അപ്പോൾ അതിൽ നമ്മൾ കസ്റ്റഡി എടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ ഈ പൂഴിയാകുന്ന സ്ഥലം ക്ലീൻ ചെയ്യാൻ, റോഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെള്ള ടാങ്ക് വന്നിരുന്നു. പിന്നെ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി 3 തമിഴന്മാർ, ആ 3 തമിഴന്മാരെയും വെള്ള ടാങ്ക് കൊണ്ടുവന്ന വണ്ടി നമ്മൾ കസ്റ്റഡി എടുത്ത് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് അനുവദിക്കില്ല എന്നുള്ള തീരുമാനം തന്നെ. അനുവദിക്കില്ല എന്നല്ല, റോഡ് പുനഃസ്ഥാപിച്ച് കിട്ടുക, ക്ഷേത്ര മുതൽ പുനർനിർമ്മാണം നടത്തി തരിക, ക്ഷേത്രത്തിൻ്റെ മാവ് വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ തീരുമാനം ദേവസ്വം തീരുമാനം പറയുന്നത് നടത്തി തരിക. ഈ ഭൂ ഉടമയായ ക്രിമിനൽ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുക. നിയമ നടപടികൾ ഗവൺമെൻറ് അധികാരികൾ അതിന് ഉറപ്പ് കിട്ടുന്ന മുറക്ക് മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിൻവലിയുള്ളൂ. ഈ റോഡെന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഹാള് തൊട്ട് പുറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നടത്തി പോരുന്നതാണ്. ഭക്തജനങ്ങൾക്ക് പോകാനായിട്ട് വേറെ മാർഗ്ഗമില്ല. ഈ റോഡ് അവർ JCB കൊണ്ടുവന്ന് മാന്തി ടാറ് മുഴുവൻ പൊളിച്ചു കളഞ്ഞു. അത് ഇവർ കൈയടക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം അത് റോഡ് പുനഃസ്ഥാപിക്കുക. എന്തായാലും ആ റോഡ് പുനഃസ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ ഈ അശാസ്ത്രീയമായ ഈ രീതിയിലുള്ള നികത്തലെല്ലാം തന്നെ അവസാനിപ്പിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിൽ നിന്ന് തങ്ങൾ പിന്മാറില്ല എന്നൊരു നിലപാടാണ് ക്ഷേത്രം ഭക്തജനങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്രം ഭാരവാഹികളും എല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പരിസരവാസികളും സമരത്തിന് അവർക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ഇടക്കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൊല്ലത്ത് 123 ലിറ്റർ മദ്യം പിടികൂടി. പള്ളിത്തോട്ടം സ്വദേശി ജോസഫാണ് പിടിയിലായത്. കല്ലുവാതുക്കൽ, തേവള്ളി എന്നിവിടങ്ങളിലായിരുന്നു മദ്യം സൂക്ഷിച്ചിരുന്നത്. വാഹനവും പിടികൂടി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കഞ്ചാവും മയക്കുമരുന്നുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി ബപ്പ അക്കുഞ്ചിയാണ് പിടിയിലായത്. കരുനാഗപ്പള്ളി റേഞ്ച് എക്സൈസ് ഷാഡോ സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മുൻപും ഇയാൾ സമാനമായൊരു കേസിൽ പ്രതിയായിരുന്നു.
ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിലായിരുന്നു നടപടി. മിഷൻ വൈൽഡ് പിഗ് ഡ്രൈവിന്റെ ഭാഗമായാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. മാസങ്ങളായി കൊന്നത്തടി പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ടൗണിൽ തെരുവ് നായ വന്ധ്യംകരണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിൽ പ്രതിഷേധം. യൂണിറ്റ് സ്ഥാപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. നഗരസഭയുടെ പാർക്കിംഗ് യാർഡിൽ സ്ഥാപിക്കാനായാണ് യൂണിറ്റ് എത്തിച്ചത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രി, കുട്ടികളുടെ വാർഡിന് പുറകിലും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ജനവാസ മേഖലയിലുമാണ് യൂണിറ്റ് സ്ഥാപിക്കാൻ എത്തിച്ചത്. ഇതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. തിരുവനന്തപുരത്ത് വയോധികയ്ക്ക് വീട് നിർമ്മിക്കാൻ ശ്രമദാനവുമായി മേയറുടെ നേതൃത്വത്തിൽ നഗരസഭാ ജീവനക്കാർ. മേയറുടെ ഓഫീസ് ജീവനക്കാരാണ് വീട് തോടും കയറിയിറങ്ങിയത്. ഭവന പദ്ധതികളിലൂടെയുള്ള സർക്കാർ സഹായം ഉണ്ടെങ്കിലും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ അതൊന്നും മതിയാകാറില്ല. നിർമ്മാണം പാതി വഴിയിൽ നിലച്ച വീടുകൾ നിരവധിയുണ്ട്. അത്തരക്കാർക്ക് ആശ്വാസം നൽകുകയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ലക്ഷ്യം. പല ഗഡുക്കളും കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും പല കാരണങ്ങളാൽ വീട് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ചില വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ അദാലത്തുകൾ ഉൾപ്പെടെ നടത്തുന്ന സമയത്ത് വരുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭ എന്ന നിലയിൽ തന്നെ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിവിടെ അമ്മയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി ഇതൊരു നല്ല തുടക്കമാകട്ടെ. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഫോർട്ട് വാർഡിലെ സീതാലക്ഷ്മിയുടെ വീടിന്റെ നിർമ്മാണത്തിലാണ് സഹായവുമായി മേയറും ജീവനക്കാരും എത്തിയത്. നന്ദി പറഞ്ഞ് സീതാലക്ഷ്മി. കൗൺസിലറും പാടുപെട്ടിട്ടുണ്ട്, നമുക്ക് വേണ്ടി മേയറും പാടുപെട്ടിട്ടുണ്ട്. എല്ലാവരും കൂടി നമുക്ക് വീടിന്റെ റൂഫ് കോൺക്രീറ്റ് ആണ് ഇന്ന് നടന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നവരാത്രി ആഘോഷ നിറവിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മഹാനവമി ദിനമായ ഒക്ടോബർ 1 ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ദേവിയുടെ പുഷ്പരഥോത്സവം നടക്കും. വിജയദശമി ദിനത്തിൽ പുലർച്ചെ 3 മണിക്ക് നട തുറന്ന് വിദ്യാരംഭ ചടങ്ങുകൾക്കും തുടക്കമാവും. വാഗ്ദേവതയുടെ സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സ്തംഭഗണപതി പൂജയോടെ ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശം സ്ഥാപിച്ചതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മുഖ്യതന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. യോഗനിദ്രാഭാവത്തിലാണ് ആദ്യ ദിനത്തിലെ ദേവീ സങ്കല്പം. നവരാത്രി ആഘോഷങ്ങൾക്ക് സാക്ഷികളാവാൻ മലയാളികൾ ഉൾപ്പെടെ പതിനായിരങ്ങളാണ് ദേവീ സന്നിധിയിൽ ദിവസവും എത്തിച്ചേരുന്നത്. മഹാനവമി ദിനമായ ഒക്ടോബർ 1 രാവിലെ 11:30 ചണ്ഡികായാഗവും തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ധനുർ ലഗ്നത്തിൽ ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ദേവിയുടെ പുഷ്പരഥോത്സവം നടക്കും. ഒക്ടോബർ 2 വിജയദശമിയിൽ പുലർച്ചെ 3 മണിക്ക് നട തുറക്കും. തുടർന്ന് സരസ്വതി മണ്ഡപത്തിൽ 20ഓളം പുരോഹിതരുടെ കാർമ്മികത്വത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. വിജയോത്സവ ചടങ്ങുകളോടെയാണ് 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവത്തിന് പരിസമാപ്തിയാകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 10,575 രൂപ, പവന് 84,600 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8,765 രൂപ, പവന് 70,120 രൂപ. വെള്ളി ഗ്രാമിന് 147 രൂപ, കിലോഗ്രാമിന് 1,47,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും.